CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ. മതനിരപേക്ഷ അടിത്തറ തകർത്ത് ശക്തമായ വർഗീയ ധ്രുവീകരണ സൃഷ്ടിക്കാനുള്ള RSS പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു RSS പ്രചാരകനെ BJPയുടെ പ്രസിഡൻ്റായി നിയോഗിച്ചിരിക്കുന്നത്. BJPയിൽ അംഗത്വം പോലുമല്ലാത്ത, ഒരു കമ്മിറ്റിയിലും ഇതേവരെ അംഗമാകാത്ത കുമ്മനം രാജശേഖരനെ BJPയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് BJP സംസ്ഥാന കമ്മിറ്റിയിലുള്ള അംഗങ്ങളല്ല. RSS എടുത്ത തീരുമാനം BJPയുടെ കേന്ദ്ര നേതൃത്വം നടപ്പാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാറാട് കലാപം, നിലക്കൽ കലാപം തുടങ്ങിയ സംഭവങ്ങൾ നടത്തി കേരളത്തിൽ നേരത്തെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചതുപോലുള്ള സംഭവ പരമ്പരകൾ RSS ആസൂത്രണം ചെയ്യുന്നതാണ് ഈ സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിച്ചത് വഴി ലക്ഷ്യമാക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബ ആധിപത്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്ന BJPക്ക് RSSൻ്റെ ഈ വംശാധിപത്യം അതിൽ നിന്ന് മോചനം നേടാൻ കഴിയുന്നില്ല എന്നതാണ് ഈ നടപടി വ്യക്തമാക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലും ഒരു RSS പ്രചാരകനെയാണ് BJPയുടെ പ്രസിഡൻ്റായിട്ട് നിയോഗിക്കുന്നതെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇത് ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള പശ്ചിമ ബംഗാളിലും കേരളത്തിലും RSS നടത്തുന്ന ആസൂത്രിതമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ തികഞ്ഞ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കേരളത്തിൽ RSS ഉയർത്തുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് പലപ്പോഴും കോൺഗ്രസ് സ്വീകരിച്ച സമീപനം മൃദു സമീപനമായിരുന്നു. അത്തരം സമീപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നേരത്തെ നിലക്കൽ ലഹളയുണ്ടായ സന്ദർഭത്തിലും മാറാട് ലഹളയുണ്ടായ സന്ദർഭത്തിലും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ നിൽക്കുന്ന കാലത്താണ് അത്തരം സംഭവങ്ങളോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം അത് വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ RSS ഉയർത്തുന്ന ഈ പുതിയ വെല്ലുവിളി നേരിടുന്നതിന് വേണ്ടി കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. CPIM ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും കൂടുതൽ മതനിരപേക്ഷ ജനവിഭാഗങ്ങളെ അണിനിരത്താനുമുള്ള വർഗീയ വിരുദ്ധ പ്രചരണം ശക്തിപ്പെടുത്താൻ പാർട്ടി സന്നദ്ധമാവും. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടം ശക്തമായി മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശമാണ് ഈ നടപടിയിൽ കൂടി വ്യക്തമാക്കപ്പെടുന്നത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കാനുള്ളത്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡിന് അയച്ച കത്ത് ഇന്ന് വളരെ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ്. കത്ത് അദ്ദേഹം അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല എന്ന് ചെന്നിത്തല പറയുന്നു. പക്ഷേ കത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. പന്തളം സുധാകരൻ ആ കത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പൊതുവികാരമാണ് എന്നും അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വ്യക്തമാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രണ്ടായി ചേരിതിരിഞ്ഞിരിക്കുകയാണ്. അതിലൊരു വിഭാഗം ഉമ്മൻചാണ്ടി നടത്തുന്ന അഴിമതിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഈ വിവാദം തെളിയിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞൊരു മന്ത്രിസഭയാണ് ഇപ്പോഴത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അഴിമതി എല്ലാ സീമകളിൽ ലംഘിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കത്തിൽ ആക്ഷേപിച്ചിരിക്കുന്നത്.